എല്ലാവരും തന്നെ പൊങ്കാല വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുശേഷമുള്ള ഒരു ഇടവേളയുടെ സമയമാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ക്ഷേത്ര പരിസരത്തൊക്കെ പൊങ്കാലയിട്ടവരെല്ലാവരും തന്നെ ആറ്റുകാൽ അമ്പലത്തിലേക്ക് വീണ്ടും കടന്നു വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:30 നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങുണ്ടാവുക. സ്വാഭാവികമായും അതുവരെയും ഇടവേളയുണ്ട്. രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ തന്നെ പൊങ്കാല സമർപ്പിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ ഭക്ഷണത്തിന് വേണ്ടി മാറിയിട്ടുണ്ട്. നേരത്തെ ഇടവേളയ്ക്ക് മുമ്പ് പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ അന്നദാനവുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകൾ വലിയ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഭക്ഷണം ഒന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ അതിനു മുൻപ് ഒന്ന് ആറ്റുകാലിലേക്ക് ഓടി വന്ന് അമ്മയെ ഒന്നുകൂടി കാണുകയും തിരിച്ചു പോവുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതല്ലാതെ തിരുവനന്തപുരത്ത് അടുത്തുള്ള മറ്റു ക്ഷേത്രങ്ങളിലേക്ക്, പഴവങ്ങാടിയിലേക്കോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കോ ഒക്കെ കടന്നു ചെല്ലുന്ന ആളുകളുണ്ട്. ഇങ്ങനെ എല്ലാവരും ഓരോ തിരഞ്ഞെടുപ്പുകളിലാണ്. ഒരുമിച്ച് വന്നവർ ഒന്നിച്ച് ഇരിക്കുന്നുണ്ട്. ചിലർ ഇത്രയും നേരം കടുത്ത വെയിലിൽ കുംഭമാസ ചൂടിൽ വിയർത്ത് തീയുടെ ചൂടേറ്റ് ഒക്കെയാണ് ഈ പൊങ്കാല അർപ്പിക്കാനിരുന്നത്. ഒന്ന് തണൽ നോക്കി മാറിയിരിക്കുന്നവരൊക്കെ അവിടേക്കുണ്ട്. അശ്വതി പിള്ള വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അശ്വതി, ഒന്ന് ഇതിന്റെ തിരക്കുകളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറിയിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ? അല്ല മാധു, ഇവിടെ വ്യത്യസ്തമാണ് കാഴ്ച. നേരത്തെ മാധു പറഞ്ഞത് തന്നെയാണ്. അതായത് പൊങ്കാല ഇട്ടുവെച്ച ശേഷം, പൊങ്കാല പായസമൊക്കെ ഒരുക്കിയ ശേഷം ദേവിയെ കാണാനായി അകത്തേക്ക് ഓടി വരുന്ന ഭക്തരെയാണ് നമ്മൾ കാണുന്നത്. നടപ്പന്തൽ നേരത്തെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതേസമയം നടപ്പന്തലിലേക്ക് ആളുകൾ ഓടിയെത്തുന്നു. എത്രയും വേഗം ദേവിയെ കണ്ട് തൊഴുത് പൊങ്കാല കലങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മടങ്ങണം അവർക്ക്. കാരണം ഇന്ന് നമുക്കറിയുന്നത് പോലെ ഇന്ന് വളരെ കുറച്ച് സമയം മാത്രമാണ് ദർശനമുള്ളത് എന്നുള്ളതാണ്. ഇപ്പോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് നമ്മുടെ കുത്തിയോട്ട ബാലന്മാരാണ്. ഇത്തവണ 570ഓളം കുത്തിയോട്ട ബാലന്മാരാണ് ഇവിടെ വ്രതമനുഷ്ഠിച്ച് ദേവീദാസന്മാരായി ദേവിക്കൊപ്പമുള്ളത്. ഇതെടുത്തു പറയേണ്ട ഒരു ചടങ്ങ് കൂടിയാണ് കേട്ടോ മാധു, നേർച്ച കൂടിയാണ്. നമ്മൾ നേരത്തെ താലപ്പൊലിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ കുത്തിയോട്ട ബാലന്മാരുടെ കാര്യം പറഞ്ഞിരുന്നില്ല. ഇവർ 7 ദിവസം ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ്, ദേവിക്കൊപ്പം തന്നെയാണുള്ളത്. ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ അനുസരിച്ചാണുള്ളത്. ഈ 7 ദിവസവും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അതിന് അവർക്കൊരു ട്രെയിനിങ് എന്ന വണ്ണം 10നും 12നും ഇടയിൽ പ്രായമുള്ള ചെറിയ കുട്ടികളാണ്, ആൺകുട്ടികളാണ് ഈ കുത്തിയോട്ട ബാലന്മാർ. ഇവർക്ക് പുറത്തിറങ്ങിയ രക്ഷിതാക്കളെ കാണാൻ കഴിയുന്നത് ആകെ അവരെ കുളിപ്പിക്കാനായി കൊണ്ടുവരുന്ന സമയത്ത് മാത്രമാണ്. അത് മാത്രമല്ല, അവര് ഈ കുളിപ്പിക്കാനായി ഇപ്പോൾ പുറത്തിറക്കുമ്പോൾ പൂർണ്ണമായും ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കും, മാറ്റും. കാരണം അവരെല്ലാവരും ഇവിടെ ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ് 7 ദിവസവും ഉള്ളത്. ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ഇവിടുത്തെ ഒരാളായി മാറുന്ന കാഴ്ചയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ രക്ഷിതാക്കളെ കാണാനുള്ള അവസരം ഈ കുളിപ്പിച്ച് അവരെ അകത്തേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ കാണുന്നതാണ്. അവിടെ ചിലപ്പോൾ കരച്ചിലും ചിരിയും കളിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ കുസൃതികളും. വീട്ടിലൊക്കെ വലിയ വമ്പന്മാരായിരുന്ന ആളുകളാണ് ഇവിടെ വന്ന് ഇങ്ങനെ അച്ചടക്കത്തോടെ ലൈനായി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ എന്തായാലും കുത്തിയോട്ട ബാലന്മാരെ ഇറക്കിയിരിക്കുകയാണ്. എല്ലാ തവണയും ഉള്ളതുപോലെ തന്നെ ഇത്തവണ 570ഓളം കുട്ടികളാണ് കുത്തിയോട്ടത്തിന് എത്തിയിട്ടുള്ളത്. ഇന്ന് രാത്രിയാണ് കുത്തിയോട്ടം നടക്കുക. ചൂരൽകുത്താണ്. അത് ഇവിടുത്തെ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേർച്ച കൂടിയാണ്. ഒപ്പം ഇന്ന് വിളക്കുകെട്ടുകളുണ്ട്. കുത്തിയോട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിലും ഇന്നും വിളക്കുകെട്ടുകൾ ഇങ്ങോട്ടേക്ക് എത്തും. അത് കാണാനും ആളുകൾ, ഇതുവരെയും വീട്ടിലിരുന്ന ആളുകളൊക്കെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്താനുള്ള സമയമാണ് മാധു ഇനി നമ്മൾ കാണുന്നത്. ഇനി ഈ ഓരോ സമയം കഴിയും തോറും ഇവിടുത്തെ ഭംഗി കൂടി വരുമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ബാലന്മാരെയൊക്കെ വളരെ ഭംഗിയുള്ള കുട്ടികളാക്കി ഒരുക്കി അവരുടെ മുഖമൊക്കെ എഴുതി അവരെ ഒരു രാജാക്കന്മാരെ പോലെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദേവീദാസന്മാരായി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇവിടേക്ക് ആയിരങ്ങൾ എത്തുമെന്നുള്ളതാണ്. എന്തായാലും രാത്രി വൈകിയും ഇന്ന് ഇവിടെ ആളുകൾ ഉണർന്നിരിക്കും. പ്രത്യേകിച്ച് ഇതൊക്കെ കാണാനായി, ഘോഷയാത്ര അടക്കമുള്ള കാര്യങ്ങളൊക്കെ കാണാനായി ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തും